പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരം പേപ്പാറ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശം. അതാണ് പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ കുട്ടപ്പാറ സെക്ഷൻ. കാണാൻ അതിമനോഹരം. ഈ പ്രദേശത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ടായിരുന്നു. കാട്ടാനയും കാട്ടുപോത്തും കരടിയുമെല്ലാം നാട്ടിലിറങ്ങി മനുഷ്യനെ ആക്രമിക്കുന്ന വൈകൃതമായ ഒരു മുഖം. ഇന്ന് ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നു. ജനുവരി മാസത്തിലാണ് ഞങ്ങൾ ഈ റേഞ്ചിൽ ഒരു 10ഓളം കുളങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രഷ്ഷൂട്ട് ചെക്ക് ഡാമുകളും ഒരു 10ഓളം ചെയ്തിട്ടുണ്ട്. മുൻവർഷം ഉണ്ടായിരുന്ന ഒരു 5ഓളം ബ്രഷ്ഷൂട്ട് ചെക്ക് ഡാമും കുളങ്ങളും ഇതുപോലെ നവീകരിച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചരിഞ്ഞ രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്തു. അതിനുശേഷം ധാരാളമായി ആനയും മറ്റുമൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെ അതിൻ്റെ പാടുകളും മറ്റുമൊക്കെ ഉണ്ട്. കാട്ടുപോത്ത് വരുന്നുണ്ട്. ഇന്നലെയും ആന വന്ന് ഇറങ്ങി. അതാണ് ഈ വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്നത്. ജനുവരി മാസത്തിലുണ്ടായ അതുപോലെയുള്ള ഒരു വന്യജീവി ആക്രമണം കൃഷിയിടങ്ങളിലോട്ട് അതിനുശേഷം ഉണ്ടായിട്ടില്ല. ആ ഒരു നമ്പറിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് ഈ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരു കോൾ പോലും വന്നിട്ടില്ല ആന ഇറങ്ങുന്നു എന്നും പറഞ്ഞിട്ട്. ഇത് 2022-23 വർഷത്തിൽ നമ്മൾ മുറിച്ചു മാറ്റിയ അക്കേഷ്യ തോട്ടമാണ്. ഒരു 98 ഹെക്ടറോളം ഉണ്ടായിരുന്നു. ഇത് അതിനുശേഷം വിവിധ ഇനം തൈകൾ ഇവിടെ പ്ലാന്റ് ചെയ്തു. നിറയെ അക്കേഷ്യ നിറഞ്ഞു നിന്ന ഒരു സ്ഥലമായിരുന്നു. ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾക്കൊന്നും ഇതിനകത്തോട്ട് കയറാനോ നടക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ആഹാരത്തിനായി ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 വർഷം കൊണ്ട് ഇതിൻ്റെ സ്ഥിതി പൂർണ്ണമായിട്ട് മാറിയത് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ നട്ട തൈകൾക്ക് പുറമെ ധാരാളമായി നാച്ചുറൽ സീഡ്ലിങ്സ്, നാച്ചുറൽ റീജനറേഷൻ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. വിവിധ ഇനം ഈ ഒരു കാലത്ത് അക്കേഷ്യ പ്ലാന്റേഷൻ ആയിരുന്നപ്പോൾ വറ്റി വരണ്ടുപോയ ചെറിയ ചെറിയ അരുവികളെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ മഴക്കാലത്തോടുകൂടി തിരികെ വരുന്നതായി കാണുന്നുണ്ട്. ആദ്യ വർഷം മുതൽ തന്നെ ധാരാളമായിട്ട് ആനകളുടെയും കാട്ടുപോത്തിൻ്റെയും മ്ലാവിൻ്റെയൊക്കെ സാന്നിധ്യം ധാരാളമായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി വരെ പരുത്തിപ്പള്ളി റേഞ്ചിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും മനുഷ്യനെ പോലും ആക്രമിക്കുന്നതുമാണ്. പക്ഷേ കഴിഞ്ഞ 3 മാസമായി അതിൻ്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞു. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഈ പിന്നിൽ നിൽക്കുന്നത്. അനൂപ് കുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.